ആക്സസറീസ് ചെയ്തില്ലെങ്കിലും വിനൈൽ ഫ്ലോറിങ് ആദ്യം തന്നെ ചെയ്തു വെക്കുക. അപ്പോൾ നമ്മുടെ ഈ വണ്ടിയുടെ ഉൾവശം നമുക്ക് നല്ല നീറ്റായിട്ട് സുസുക്കി സ്വിഫ്റ്റ് നമ്മൾ ഈ പുതിയ വണ്ടികളൊക്കെ എടുക്കുമ്പോഴേ ഫസ്റ്റ് തന്നെ ഒരു പക്ഷേ ചിലപ്പോൾ ഈ ഫ്ലോർ മാറ്റ് അങ്ങനെയുള്ള പരിപാടികളൊന്നും നമ്മൾ ചെയ്തു എന്ന് വരില്ല. അപ്പോൾ സാധാരണഗതിയിൽ ഫ്ലോർ മാറ്റൊക്കെ പുതിയ വണ്ടി എടുക്കുമ്പോൾ നമ്മൾ ആദ്യമേ തന്നെ അത് ചെയ്ത് കഴിഞ്ഞാൽ വളരെ നല്ലതാണ്. കാരണം വെച്ചാൽ വെള്ളം ഇറങ്ങി പോവുക, അങ്ങനെയുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും, ചെളിയാവുക, ബാഡ് സ്മെല്ല് വരിക, അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഇതിപ്പോൾ ഈ വണ്ടിയിൽ ഇപ്പോൾ ഇതിന് മുന്നേ ഫ്ലോറിങ് ചെയ്തിട്ടില്ല വണ്ടി എടുത്തപ്പോൾ. അപ്പോൾ അത് എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. ഇതിപ്പോൾ ഒരു 3 വർഷത്തെ വണ്ടിയാണ്. സ്റ്റാർട്ടിങ്ങിൽ ഇത് എടുത്തപ്പോൾ ചെയ്തിരുന്നു എന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊരു അവസ്ഥ ഇതിന് ശരിക്കും വരില്ല. ഇതിപ്പോൾ ആകെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കംപ്ലയിൻസും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. പക്ഷേ എങ്കിലും ഈ മണ്ണും പൊടിയും നിറച്ച് പറ്റി പിടിച്ചിരിക്കുക. ശരിക്കും നമുക്ക് വാക്കം ചെയ്താൽ പോലും ഇത് കൃത്യമായിട്ട് പോവില്ല. അത് അത്രയും കട്ടിയായിട്ട് അതുമേ പറ്റി പിടിച്ചിരിക്കുന്ന പൊടി ചെളിയാണത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് വാക്കം ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഒരുവിധം വാക്കം ചെയ്ത് ക്ലീൻ ആക്കും. പക്ഷെ വാക്കം ചെയ്താലും ഒരു പരിധി വിട്ട് ഇത് പോവില്ല. അപ്പോൾ നമ്മൾ പുതിയ വണ്ടികൾ എടുക്കുമ്പോൾ ഫസ്റ്റ് തന്നെ എന്ത് ചെയ്തില്ലെങ്കിലും ആക്സസറീസ് കാര്യങ്ങളൊന്നും ചെയ്തില്ലെങ്കിൽ തന്നെ നമ്മുടെ വണ്ടിയുടെ ഇൻറ്റീരിയർ ഫ്ലോറിങ് അതുപോലെ തന്നെ സീറ്റ് കവർ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ അത് കാലാകാലത്തോളം ഭംഗിയായി വണ്ടിയുടെ ഉള്ളിൽ കിടക്കും ചെയ്യും. വണ്ടിയുടെ ഉള്ളിൽ നിന്ന് ബാഡ് സ്മെല്ല് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വരില്ല. ഇതിപ്പോൾ നമ്മൾ എന്തോരം ക്ലീനാക്കി നമുക്കിത് നമ്മൾ ഫ്ലോറിങ് ചെയ്യേണ്ടി വരും. നമുക്ക് വളരെ പണി കൂടുതൽ നമ്മൾ എടുക്കണം ഇനി ഇതിനെ ക്ലീൻ ആക്കണം എന്നുണ്ടെങ്കിൽ. അപ്പോൾ നമ്മളിത് ഫ്ലോറിങ് ചെയ്യാൻ പോകുന്നുണ്ട്. മൊത്തം വിനയിൽ വാക്കം ചെയ്ത് ക്ലീൻ ചെയ്ത് നമ്മളിതിനെ ഫ്ലോർ മാറ്റ് നല്ല ഭംഗി നമ്മൾ ചെയ്യാൻ പോകുന്ന മെറ്റീരിയൽ ഇതാണ് കേട്ടോ. ഇതിൻ്റെ ഒരു തിക്നെസ്സും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണിച്ചു തരാം. ഇത് റെസ്പോൺസ് എന്ന് പറഞ്ഞ കമ്പനിയാണ്. ഇത്രയും തിക്നെസ് ഉള്ള ഒരു മെറ്റീരിയലാണ്. അടിയിൽ നല്ല ഗ്രിപ്പുള്ള ടൈപ്പ് ഇട്ടാം. കാരണം ഇത് 2 ടൈപ്പ് വരുന്നുണ്ട്. ഇതേ കോപ്പി സാധനം വരുന്നുണ്ട് വില കുറവിൻ്റെ. പലരും അതൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഷോറൂമുകളിൽ മിക്കവാറും അങ്ങനത്തെ മോഡൽസൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് റെസ്പോൺസ് എന്ന് പറഞ്ഞ കമ്പനി നന്നായിട്ട് ഗമ്മ് സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടി അടിയിൽ നല്ല ഗ്രിപ്പുള്ള ടൈപ്പ് മാറ്റാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. ഇനി നമുക്കത് അതിൻ്റെ വർക്കുകൾ ചെയ്യുന്നതൊക്കെ ഒന്ന് കാണാം. അതിൻ്റെ ഫ്ലോറിങ് ചെയ്തിട്ട് ഇതിൻ്റെ ഇൻറ്റീരിയറിൻ്റെ ഭംഗി കാര്യങ്ങളൊക്കെ ഒന്ന് നമ്മൾ കാണിച്ചു തരാം. ഇൻറ്റീരിയർ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ വണ്ടിയുടെ ഉള്ളിലെ പകുതി ഭാഗം നമുക്ക് നല്ല ഡീസൻ്റായിട്ട് ഉപയോഗിക്കാം. അതുപോലെ തന്നെ എ സിന്ന് ഫ്രഷ് എയർ നമുക്ക് എപ്പോഴും കിട്ടും. ഇങ്ങനെ ഒരു പൊടിയും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിൽ കിടക്കുമ്പോൾ തന്നെ നമ്മൾ എ സി ഉപയോഗിക്കുമ്പോൾ ഇതിൽ നിന്നൊക്കെ ആയിരിക്കും എ സി വലിച്ചെടുത്ത് നമുക്ക് നമ്മുടെ മൂക്കിലേക്കും ഈ പൊടികളൊക്കെ നമ്മൾ കയറി ശ്വസിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പുതിയ വണ്ടികൾ എടുക്കുന്നവർ പ്രത്യേകം ചെയ്യേണ്ടത് ഫ്ലോറിങ് ഇത് വിനൈൽ ഫ്ലോറിങ് ചെയ്തിട്ട് കാണാം. അതുപോലെ തന്നെ ഇത് നമുക്ക് വട്ടന കീറാനോ അങ്ങനെയൊന്നും പറ്റില്ല. ഇത് നല്ല ക്ലിയർ ആയിട്ട് ഇരിക്കുന്ന ഒരു ഐറ്റമാണ്. ഇതിങ്ങനെ കൈകൊണ്ട് പിടിച്ചാലൊന്നും അങ്ങനെ പെട്ടെന്ന് കീറുന്ന ഒരു ഐറ്റം അല്ല കേട്ടോ അത്. അപ്പോൾ ഈ മാറ്റ് വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഈ സ്വിഫ്റ്റിലേക്ക് നമ്മൾ ഇൻറ്റീരിയർ ഭംഗിയാക്കാൻ പോണത്. നമ്മൾ ഫ്ലോറിങ് എല്ലാം ക്ലീൻ ചെയ്തതിന് ശേഷം ഈ മാറ്റ് നമ്മൾ നല്ല കൃത്യമായിട്ട് ഒട്ടിച്ചു കൊടുക്കാൻ പോകുന്നുണ്ട്. ഇതപ്പോൾ ഒട്ടിച്ചതിന് ശേഷം അതിൻ്റെ ഒരു ഭംഗി നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇത് ഓരോ വണ്ടികളിലും ഇതേമാതിരി ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിയുടെ ഇൻറ്റീരിയർ അത്രയും നല്ല ഭംഗിയായി നമുക്ക് സൂക്ഷിക്കാൻ പറ്റും. നമ്മളിത് ഓരോ സെക്ഷനായിട്ട് നമ്മൾ ചെയ്ത് തുടങ്ങിയിട്ടത് സ്വിഫ്റ്റിൻ്റെ ഫ്രണ്ടിലത്തെ ഒരു പോർഷനാണ് ഇപ്പോൾ നമ്മൾ ചെയ്തേക്കണത്. നമ്മൾ മാക്സിമം ഭാഗം കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്ത് നല്ല പോലെ ഷെയ്പ്പ് ചെയ്തിട്ടാണ് നമ്മളിത് ചെയ്തിട്ടുണ്ട്. ഈ ഭാഗങ്ങളൊക്കെ ഇത് ചെയ്ത് ഇതേപോലെ നമ്മളിത് കട്ടിങ്സും കാര്യങ്ങളെല്ലാം കൊടുത്ത് കൃത്യമായിട്ട് ഓരോ പോയിൻറ്റും കൃത്യമായിട്ട് നമ്മൾ ഒട്ടിച്ച് നമ്മളിത് ഭംഗിയാക്കി എടുക്കാൻ പോകട്ടെ വണ്ടിയുടെ ഉള്ളിൽ. അപ്പോൾ നമുക്ക് പഴയ ഒരു അവസ്ഥയിൽ നിന്ന് നമ്മൾ ഈ പുതിയതിലേക്ക് മാറ്റുമ്പോൾ അതിൻ്റെ ഒരു വൃത്തി കാര്യങ്ങളെല്ലാം നമുക്ക് കൃത്യമായിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇതിൻ്റെ ഒരു പോർഷൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ വർക്കും കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് കഴിഞ്ഞിട്ട് ഞാനിതിൻ്റെ ഫുൾ ഭംഗി നമുക്ക് കാണിച്ചു തരാം. വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കംപ്ലീറ്റ് ഭാഗങ്ങളെല്ലാം ഇതുപോലെ നമ്മൾ കൃത്യമായിട്ട് ഒട്ടിക്കും. ഓരോ പോയിന്റിലും അതിൻ്റെ ഹോളുകൾ കാര്യങ്ങൾ മാത്രം ബാക്കി നിർത്തിയിട്ട് കൃത്യമായിട്ട് ജോയിൻറ്റുകളെല്ലാം ഒട്ടിച്ച് നമ്മൾ അതേ ഷേപ്പിൽ തന്നെ മാക്സിമം നല്ല വൃത്തിയിൽ ടൈറ്റ് ഫിറ്റ് ആയിട്ടാണ് നമുക്ക് ചെയ്യാൻ പറ്റുക. പക്ഷേ ചില ഭാഗങ്ങളിലൊക്കെ ഇതേപോലെ ഇരിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഇവിടുത്തെ ആ പുതപ്പിൻ്റെ ഷേപ്പ് ഇങ്ങനെ ആയതുകൊണ്ടാണ് അതിങ്ങനെ ഇരിക്കുന്നത് കേട്ടോ. ബാക്കി നമുക്ക് പ്രതലം വരുമ്പോൾ സീറ്റിൻ്റെ ബാക്കി സൈഡുകളാണ് വരുന്നത്. കാണുന്ന ഭാഗം കൃത്യമായിട്ട് ഇതേപോലെ നല്ല ഫിനിഷിങ്ങിലിരിക്കും. നമുക്ക് അത് കമ്പനി കൊടുത്തിരിക്കുന്ന അതേ കവറേജിൽ നമുക്ക് നല്ല കൃത്യമായിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് മുമ്പ് ഇരുന്നായിരുന്ന ആ ഒരു ഇതിനേക്കാളും എത്രയോ ഭംഗിയായത് നമുക്ക് ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. അപ്പോൾ അത് ഓരോ ഭാഗവും ഓരോ മുക്കും മൂലയും ഇതേപോലെ കൃത്യമായിട്ട് കവർ ചെയ്ത്
കട്ട് ചെയ്തിട്ടാണ് നമ്മൾ ഭംഗിയായിട്ടാണ് കേട്ടോ ഒട്ടിക്കുന്നത്. അപ്പോൾ ഓരോ വണ്ടികളും ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് വെള്ളം ഇറങ്ങുന്ന പ്രശ്നങ്ങളോ അങ്ങനെ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. നല്ല കൃത്യമായിട്ടാണ് നമ്മളിത് ഒട്ടിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഉള്ളിലേക്ക് വെള്ളം ഇറങ്ങുന്ന പ്രശ്നങ്ങൾ കാര്യങ്ങളും ഒന്നും വരില്ല. അപ്പോൾ അത് ഏകദേശം നമ്മുടെ വർക്കുകൾ കാര്യങ്ങളെല്ലാം ഫിനിഷ് ആവാറായിട്ടുണ്ട്. ബാക്ക് വശം കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി അതിൻ്റെ ജോയിൻറ്റ് ഭാഗങ്ങളെല്ലാം രണ്ടാമതും അതിൻ്റെ മേലെ കൂടെ ഓരോ ലെയർ വെച്ചിട്ട് നല്ല ഫിനിഷിങ്ങിൽ കട്ട് ചെയ്യണം. കാരണം കീറൽ വരുന്ന ഭാഗം നമുക്കത് നല്ല ഫിനിഷിങ് കിട്ടാൻ വേണ്ടി ചവിട്ട് വരുന്ന ഭാഗങ്ങളൊക്കെ കൂടുതൽ നല്ല ഫിനിഷിങ്ങിന് വേണ്ടി നമ്മൾ ഓരോ പീസും കൂടി അഡീഷണൽ കൊടുത്തിട്ടാണ് ഇപ്പോൾ ചെയ്യണത്. അപ്പോൾ അതേപോലെ ഏകദേശം വർക്ക് കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ ഓരോ വണ്ടിയുടെ ഇൻറ്റീരിയറും കാണാൻ നല്ല ഭംഗിയായിരിക്കും. ഇതിലിപ്പോൾ വെള്ളം പോവേ അതുപോലെ തന്നെ മണ്ണാവേ പൊടിയാവേ എന്ത് പ്രശ്നം തന്നെ ആയാലും ചെളി ആയാൽ പോലും നമുക്കിതിൽ നിന്ന് കൃത്യമായിട്ട് നമുക്കത് തുടച്ച് വെള്ളമൊഴിച്ച് കഴുകിയെടുത്താൽ പോലും വണ്ടിയുടെ ഇൻറ്റീരിയറിന് യാതൊരുവിധ കംപ്ലൈൻറ്റും കാര്യങ്ങളും ഒന്നും വരില്ല. കൃത്യമായിട്ട് നമുക്ക് തുടച്ച് കളയാം. യാത്രയിലാണെങ്കിൽ പോലും ഒരു കുപ്പി വെള്ളം മറിഞ്ഞു പോയാലും നമുക്കത് വീട്ടിലെത്തിയാലും ആ വെള്ളം അതിൻ്റെ ഉള്ളിൽ കെട്ടിക്കിടന്നോളും. ചേസിലേക്ക് ഇറങ്ങുന്ന ഒരു പ്രശ്നമോ അതുമാതിരി സ്മെല്ല് അങ്ങനെയുള്ളത് വരുമോ അങ്ങനെ ഒരു പ്രശ്നങ്ങളുണ്ടാവില്ല. കൃത്യമായിട്ട് നമുക്ക് ഒരു തുണി ഉണ്ടെങ്കിൽ അത് തുടച്ച് ഇതേപോലെ തന്നെ നല്ല പുത്തനായിട്ട് നമ്മുടെ വണ്ടിയുടെ ഉള്ളുവശം നല്ല വൃത്തിയിൽ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ സ്വിഫ്റ്റിൻ്റെ ഇൻറ്റീരിയറിലെ ഫ്ലോർ മാറ്റ് ഫിറ്റിങ്സ് എല്ലാം നമ്മൾ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കതൊന്ന് വ്യക്തമായിട്ടൊന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഫിനിഷ് ചെയ്ത് നമ്മുടെ ഫിറ്റിങ്സും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ഭംഗിയാക്കി എടുക്കാം. എത്ര പഴയ ഇതാണെങ്കിൽ പോലും നമുക്ക് ഇത്രയും ഭംഗിയിൽ നമുക്ക് ഓരോ ഭാഗങ്ങളും നമുക്ക് വ്യക്തമായിട്ട് ക്ലിയർ ആക്കിയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. നല്ല ഫിനിഷിങ്ങിൽ നമുക്ക് ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ വണ്ടിയുടെ ഉൾവശം നല്ല വൃത്തിയിലിരിക്കും, കാണാൻ നല്ല ഭംഗിയുള്ള ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ മുമ്പ് കണ്ട പോലെയുള്ള ഒരു അവസ്ഥയ്ക്ക് മാറ്റം വന്നത് കണ്ടോ? ഇതുപോലെ നമുക്ക് ഓരോ ഭാഗങ്ങളും ക്ലിയർ ആക്കി സൂക്ഷിച്ചു കഴിഞ്ഞാൽ വണ്ടിയുടെ ഉൾവശം എന്നും പുത്തൻ പോലെ ഇരിക്കും. നിങ്ങളും ഇതേപോലെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വാഹനങ്ങളും ഇതുപോലെ കൃത്യമായിട്ട് ഇൻറ്റീരിയർ എല്ലാം നല്ല വൃത്തിയിൽ ചെയ്ത് കഴിഞ്ഞാൽ യാത്ര ചെയ്യുന്നവർക്കും നല്ല ശുദ്ധവായു അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കിട്ടി നമുക്ക് AC-യിൽ നിന്നുള്ള നല്ല കാറ്റും കാര്യങ്ങളെല്ലാം കിട്ടി നമുക്ക് യാത്ര ചെയ്യാം. അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ വാഹനങ്ങളും ഇൻറ്റീരിയറും എല്ലാം ഭംഗിയായി സൂക്ഷിക്കാൻ നമ്മളുമായി കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ ഫോൺ നമ്പറും കാര്യങ്ങളെല്ലാം ഉണ്ടാവും. ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും എല്ലാം അറിയിക്കുക. അപ്പോൾ ഇതുപോലെ തന്നെ നല്ല നല്ല വീഡിയോസുമായി ഞാൻ വീണ്ടും വരും. അതുവരെ ടാറ്റ, ബൈ ബൈ.